ഹായ് ഓൾ സൂപ്പർ മോംസ് ആൻഡ് ഡാഡ്സ്, വെൽക്കം ബാക്ക് ടു ശില്പ ദ ന്യൂ ബേണേഴ്സ് യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ശില്പ. ഞാൻ കുഞ്ഞിക്കുട്ടികളുടെ നഴ്സാണ്. UK വർക്ക് ചെയ്യുന്നു. ഇപ്പം ഡെലിവറി ഒക്കെ ആയിട്ട് നാട്ടിലുണ്ട്. മോൾക്ക് 3 months ആയി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 2.5 years ആയ ഒരു കുഞ്ഞുമുണ്ട് കേട്ടോ. ഇനി വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഫോമുല പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണിക്കാനാണ് കേട്ടോ. ഞങ്ങൾ UK ആണെങ്കിലും എങ്ങനെയാണ് അവിടെ ഫോമുല പ്രിപ്പയർ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ 1-2 പ്രോഡക്റ്റ്സ് ഞാൻ UK യൂസ് ചെയ്യുന്ന ഈസി ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗും പിന്നെ ബോട്ടിലൊക്കെ കാണിച്ചാൽ അതിവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ഈസി ആയിട്ട് തോന്നും. അത് പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ അടുത്ത് ഫോമുല മിൽക്ക് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല. അത് UK ഞാൻ ജസ്റ്റ് വാങ്ങിച്ചതാണ്. UK ഉള്ളമ്മമാരാണെങ്കിൽ പോലും ഇതൊരു വലിയ ബ്രാൻഡ് ആയതുകൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതൊന്നുമല്ല. ജസ്റ്റ് അവിടെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡ്. ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണിത്. ജസ്റ്റ് വാങ്ങിച്ചു എന്നുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യമായിട്ട് നോക്കുമ്പോൾ ഇതിനകത്ത് നോക്കേണ്ടത് എക്സ്പയറി ഡേറ്റ് നോക്കണം. എക്സ്പയറി ഡേറ്റ് വിത്തിൻ എക്സ്പയറിയിലായിട്ടുള്ള മിൽക്ക് വേണം നമുക്ക് യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇവർ പ്രത്യേകം പറയും ഇതിനകത്ത് ടിന്നാണെങ്കിൽ ടിൻ അല്ലെങ്കിൽ ബാഗാണെങ്കിൽ ബാഗ് ഓപ്പൺ ചെയ്തതിന് ശേഷം 3 weeks അല്ലെങ്കിൽ 4 weeks യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അത് എല്ലാ മിൽക്കും അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം നോക്കണം ഓപ്പൺ ചെയ്തതിന് ശേഷം എത്ര നാൾ ആ ബാഗെല്ലാം ടിന്ന് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് 3 weeks യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഒരു ബാഗ് നമ്മൾ ഓരോ ബാഗ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് 2 bags ആയിട്ട് ഇതിനകത്തുള്ളത്. പിന്നെയുള്ളത് ഒരു സ്കൂപ്പിന് എത്ര ml വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഇവർ പറയുന്നത് 30 ml ഓഫ് വാട്ടറിൽ ഒരു സ്കൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പം 90 ml കുഞ്ഞിന് കൊടുക്കണമെങ്കിൽ മിൽക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ 3 scoop ഓഫ് പൗഡർ വാട്ടറിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ഇൻ കേസ് ഇപ്പം നമുക്ക് വേണ്ടത് 100 ml ആണെങ്കിൽ നമ്മൾ അടുത്ത 30 ml കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എത്രയായി? 120 ആയി. ഇതിൽ 120 എന്ന് പറയുമ്പോൾ 4 സ്കൂപ്പ് 120 ml 4 സ്കൂപ്പ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് അതിൽ നിന്ന് വേണം നമ്മൾ കുഞ്ഞിന് പാൽ കൊടുക്കാൻ. അപ്പോൾ ഇപ്പം നമ്മുടെ കുഞ്ഞ് കുടിക്കുന്നത് ഒരു 70 ml ഓഫ് മിൽക്ക്, 70 ml ആ മിൽക്ക് എന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും 70 ml വാട്ടർ എടുത്തിട്ട് അതിൽ കുറച്ചൊരു പൗഡർ ഇടുമോ അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ 90 ml മിൽക്ക് പ്രിപ്പയർ ചെയ്യണം. അതായത് 90 ml വാട്ടർ എടുത്ത് 3 സ്കൂപ്പ് ആഡ് ചെയ്തിട്ട് കുഞ്ഞ് 70 ml കുടിച്ചോട്ടെ, ബാക്കി 20 ml നിങ്ങൾ കളയണം. കാരണം അല്ലാതെ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതൊരു പക്ഷേ ഓവർ ന്യൂട്രീഷൻ ആവാനും അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ ആവാനും അത് കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള പോഷകങ്ങൾ ഇതിൽ നിന്ന് കിട്ടാതെ വരും. അപ്പോൾ അതൊരു കൃത്യമായിട്ട് അവർ പറയുന്ന പോലെ സ്കൂപ്പ് പൗഡർ ഇട്ടിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വൺസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇത് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും വിത്തിൻ 1 hour നിങ്ങളത് ഡിസ്കാർഡ് ചെയ്ത് കളയണമെന്ന്. കാരണം 1 മണിക്കൂറിന് ശേഷമൊക്കെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ടാമിനേഷൻ ഉണ്ടാവാൻ ബാക്ടീരിയ വളരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഇവർ പറയുന്നത് യൂസ് വിത്തിൻ 1 hour എന്നാണ് കേട്ടോ, പ്രിപ്പയർ ചെയ്തതിന് ശേഷം. പിന്നെ ഇവർ പ്രത്യേകം പറയുന്നുണ്ട് മിൽക്ക് നമ്മളിപ്പം തണുത്ത് പോകുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. മൈക്രോവേവിലൊന്നും വെച്ച് ചൂടാക്കരുത്. അത് അവിടെ ഇവിടെയൊക്കെ ഹോട്ട് സ്പോട്ട് പോലെ ഉണ്ടാകും. അത് കുഞ്ഞ് കുടിക്കുമ്പോൾ കുഞ്ഞിൻ്റെ മൗത്ത് ബേൺ ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മൈക്രോവേവ് വെച്ച് റീഹീറ്റ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ബാഗിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഓരോ വീക്സിലുള്ള കുഞ്ഞുങ്ങൾ മാക്സിമം എത്ര ml ഓരോ തവണ മിൽക്ക് കുടിക്കുന്നൊക്കെ. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ ഫോമുല പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് നമ്മൾ ഹാൻഡ് വാഷ് ഒക്കെ ചെയ്തിട്ട് വേണം വരാൻ കേട്ടോ. അപ്പം ഈ ഫ്ലാസ്കിൽ വാം വാട്ടർ ഉണ്ട്. നിങ്ങൾക്ക് വെള്ളം ചൂടാക്കിയിട്ട് ഇളം ചൂടായിട്ട് നമുക്ക് ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കാം. അങ്ങനെ ആകുമ്പോൾ എപ്പോഴും ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ലല്ലോ. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ബോട്ടിലേക്ക് വാട്ടർ ഒഴിച്ചിട്ട് ചെയ്യാം. വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളം തിളച്ച് മറിഞ്ഞതിന് ശേഷം ഇളം ചൂടോടുകൂടി വേണം ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കാൻ. എന്നിട്ട് ചെക്ക് ചെയ്യണം അത് ഓവർ ഹീറ്റ് അല്ല എന്ന് കേട്ടോ. അപ്പം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലാസ്കിൽ വാം വാട്ടർ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടതെന്നാ ബോട്ടിൽ ഇത് ഗ്ലാസ് ബോട്ടിലാണ്, ഇത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇപ്പോൾ ഇത് ഞാൻ UK വാങ്ങിച്ച മാം ബോട്ടിൽ എന്ന് പറയുന്ന ബോട്ടിലാണ്. ഇത് BPA ഫ്രീ ആൻറ്റിക്കോളിക് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇത് ഗ്ലാസ് ബോട്ടിലാണ്, ആൻറ്റിക്കോളിക് ആയിട്ടുള്ള ബോട്ടിൽ തന്നെയാണ്. അപ്പോൾ ഗ്ലാസ് ബോട്ടിൽ നല്ലതാണ് എപ്പോഴും. പിന്നെ പ്ലാസ്റ്റിക് ആണെങ്കിൽ BPA ഫ്രീ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ബോട്ടിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ കുഞ്ഞു കുട്ടികൾ, ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന ന്യൂ ബോൺ ബേബീസിനാണെങ്കിൽ ബേബീസിന് പറ്റിയ ബോട്ടിൽ വേണം നമ്മൾ മേടിക്കാൻ കേട്ടോ. അതായത് ഇതിൻ്റെ അകത്തുള്ള ഈ ടീറ്റ്സ് അല്ലെങ്കിൽ നിപ്പിൾ ഇതിനൊരു സൈസ് ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ സൈസ് 1, 2, 3 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ വാങ്ങിക്കുന്ന ഷോപ്പിൽ നിന്നാണെങ്കിൽ ഷോപ്പിൽ നിന്ന് ചെക്ക് ചെയ്യുക ഇത് ന്യൂ ബോൺ കുട്ടികൾക്ക് പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ 6 months ആണ് നിങ്ങൾ 6 months കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ 6 months കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നിപ്പിളാണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ആമസോണിലൊക്കെ ആണെങ്കിൽ അതിൽ കൊടുത്തിട്ടുണ്ടാവും ഏത് ഏജ് ഗ്രൂപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ. പിന്നെ നമ്മൾ ഇത് തിളച്ച് മറിയുന്ന വെള്ളത്തിൽ
ഇട്ടിട്ട് ആണല്ലോ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ സ്റ്റെറിലൈസ് ചെയ്ത ബോട്ടിലായിരിക്കണം കേട്ടോ. നമുക്കിനി ഇങ്ങനെ ഫോമുല പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പം നമുക്ക് ഈ ബോട്ടിൽ എടുക്കാം. ഇതിനകത്ത് നമ്മളിപ്പോൾ കുഞ്ഞിന് വേണ്ടത് 90 ml ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 90 ml ഓഫ് വാട്ടർ ഇതിലേക്ക് ഒഴിക്കുന്നു. അപ്പം ഹാൻഡ് വാഷൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെപ്പോഴും നിലത്തിങ്ങനെ കമത്തിയൊന്നും വെക്കരുത് കേട്ടോ. സ്റ്റെറിലൈസ് ചെയ്ത ബോട്ടിൽ. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി വെക്കുക, അവിടെ ടച്ച് ചെയ്യാതെ കേട്ടോ. എന്നിട്ട് എപ്പോഴും ഒരു പ്രതലത്തിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് 90 ml ഓഫ് വാട്ടർ കിട്ടും. അങ്ങനെ നമ്മൾ ഇതിലേക്ക് 90 ml ഓഫ് വാട്ടർ ഒഴിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ കൃത്യമായിട്ട് കിട്ടും കേട്ടോ. 90 ml ഓഫ് വാട്ടർ ഒഴിച്ചു. പിന്നെ നമ്മൾ ഫോമുല മിൽക്ക് എടുക്കുമ്പോൾ ഇവർ പറയുന്നത് ഇപ്പോൾ 90 ml ഓഫ് മിൽക്കിൽ നമുക്ക് എത്ര സ്കൂപ്പ് വേണം? 3 സ്കൂപ്പ് വേണം. സ്കൂപ്പ് എടുക്കുമ്പോൾ ഇതാണ് കേട്ടോ, ഇവർ പറയുന്ന സ്കൂപ്പിൽ തന്നെ നമ്മൾ എടുക്കണം. വേറെ നമ്മുടെ സ്പൂണൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഈ സ്കൂപ്പിൽ നമ്മൾ പൗഡർ 3 സ്കൂപ്പ് വേണം. അപ്പം നമ്മൾ ഈ പൗഡർ എപ്പോഴും എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് കറക്റ്റ് പാകത്തിന് നിറഞ്ഞ് നിൽക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ഒന്ന് ഉരച്ചാൽ മതി. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ 1 2 3 കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നല്ല സ്ഥലത്ത് വെക്കണം. പിന്നെ ഇവർ ഇതിപ്പം ഒരു ബാഗായിട്ടാണ് കേട്ടോ. ഞാനിത് ഒരു തവണ യൂസ് ചെയ്തില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇതിൽ കാര്യമായിട്ടൊന്നും വെച്ചില്ല. അപ്പോൾ ഇതിങ്ങനെ മടക്കിയിട്ട് സീൽ ചെയ്ത് വെച്ചാൽ മതി. ഇവരൊരു ക്ലിപ്പ് വെച്ച് സീൽ ചെയ്യാനാണ് പറയുന്നത്. അപ്പം അല്ലെങ്കിൽ നിങ്ങൾ ടിന്നിലാണ് വരുന്നെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചാൽ മതിയല്ലോ. എന്നിട്ടിപ്പം പൗഡർ 3 സ്കൂപ്പ് നമ്മളിതിലിട്ടു. അതിന് ശേഷം ഇത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഹൊറിസോണ്ടലി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഷെയ്ക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഷെയ്ക്ക് ചെയ്യുന്നവരെ എനിക്കറിയാം. അങ്ങനെയൊന്നും ആവശ്യമില്ല, ഇങ്ങനെയാണ് ഇത് ഷെയ്ക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം കൂടുതൽ വിഗറസ്ലി ഒന്നും ചെയ്യേണ്ട, ഇങ്ങനെ ജസ്റ്റ് ആക്കി. അപ്പോൾ ഇവിടെ പൗഡർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ പാലിൻ്റെ ചൂട് പാകത്തിനാണോ എന്ന് അറിയാൻ ഇങ്ങനെ കൈത്തണ്ടയിൽ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിനാണെങ്കിൽ കുഞ്ഞിന് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഫോമുല പ്രിപ്പയർ ചെയ്യുന്ന കാര്യം. നിങ്ങൾ അതിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. രണ്ടാമത്തെ പ്രോഡക്റ്റ്സ് ആണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ച ബോട്ടിലാണ്, മാം ബോട്ടിൽ. ഇത് സെൽഫ് സ്റ്റെറിലൈസിങ് ആണ്, മൈക്രോവേവിൽ വെച്ചാൽ. ഇത് UK നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. UK അവൈലബിൾ ആണ്. ഇത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല. ഷുവർ ഒരു 2 ഇയേഴ്സിനുള്ളിൽ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇത് അവൈലബിൾ ആയിട്ട് വരും, ഇതുപോലുള്ള ബോട്ടിലുകൾ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഈ ബോട്ടിൽ നമ്മളിവിടെ ഒരു 20 ml ഓഫ് വാട്ടറിനകത്ത് ഒഴിക്കുന്നു. ഇതിനകത്ത് മെഷർമെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ 20 ml വാട്ടർ ഒഴിക്കുന്നു. എന്നിട്ട് ഈ ടീറ്റ്സുള്ള നിപ്പിളുള്ള ഈ ഭാഗം ഇവിടെ ഇങ്ങനെ കമത്തി വെച്ചിട്ട് തിരിച്ച് നമ്മൾ ഇത് ക്ലോസ് ചെയ്യും. ഇതിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് മുകളിൽ ഇത് ക്യാപ്പ് വെച്ചിട്ട് മൈക്രോവേവിൽ ഓരോ പവർ അനുസരിച്ച് എത്ര മിനിറ്റ് എന്ന് അവർ പറയുന്നുണ്ട്, അതനുസരിച്ച് നമ്മൾ മറ്റേ ആ ബാഗിലെ പോലെ തന്നെ ഇത് ഈ ബോട്ടിൽ തന്നെ സ്റ്റെറിലൈസ് ആയി കിട്ടും. മുത്തുമോൾക്ക് വേണ്ടി യൂസ് ചെയ്തായിരുന്നു. അത് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. UK ഉള്ളവർക്കൊക്കെ ഇത് മേടിച്ചിട്ടുണ്ട്, ശരിക്കും നല്ലതാണ്. പിന്നെ നാട്ടിലിത് ഉടനെ തന്നെ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് എനിക്ക് കമൻ്റ് ഇടുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. സംശയങ്ങളൊക്കെ ചോദിക്കുക, അറിയുന്നത് പോലെ ഞാൻ ആൻസർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.